തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രശസ്തമായ ഇലഞ്ഞിത്തറമേളം ആരംഭിച്ചിരിക്കുന്നു. ഇലഞ്ഞിത്തറമേളത്തിന് ശേഷം പ്രശസ്തമായ തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കും. പിരുവനം കുട്ടന്മാരാണ് പാണ്ടിമേളത്തിന് നേതൃത്വം നൽകുന്നത്. ഇലഞ്ഞിത്തറമേളം ആരംഭിച്ചിരിക്കുന്നു. മൈതാനത്തിലേക്കാണ് വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഇലഞ്ഞിത്തറമേളം ആരംഭിച്ചിരിക്കുന്നു. മേളപ്പെരുക്കത്തിന്റെ ആവേശത്തിലേക്ക് പൂരനഗരി മാറിയിരിക്കുന്നു. എത്രത്തോളം ആവേശത്തിലാണ് പൂരനഗരി? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ പൂരനഗരിയിൽ നിന്നുള്ള? അഞ്ജന, തീർച്ചയായിട്ടും പൂര ലഹരിയിലേക്ക് പൂരപ്രേമികൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇലഞ്ഞിത്തറമേളം. ഈ ഒരു വാദ്യങ്ങൾ കൊണ്ടുള്ള ഈ ഒരു ശബ്ദം ആസ്വദിക്കുന്ന പ്രേമികൾ, പൂരപ്രേമികൾ ഏറ്റവും അധികം എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ചെമ്പടമേളത്തിൽ തുടങ്ങി അത് മൂർധന്യത്തിലേക്ക് കൊട്ടിക്കലാശിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പൂരനഗരി ആവേശത്തിൽ ആറാടുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഏറ്റവും ഒരു പ്രത്യേകത ഇതിന് ഉണ്ട്. അത് എടുത്തു പറയുകയാണെങ്കിൽ ഈ പാണ്ടിമേളം ക്ഷേത്രത്തിനുള്ളിൽ കൊട്ടുന്ന ഏക സ്ഥലം കൂടിയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇലഞ്ഞിച്ചോട്ടിൽ നേരത്തെ ഇലഞ്ഞി ഉണ്ടായിരുന്നു. ആ ഇലഞ്ഞി മരം കടപുഴകിയതിനെ തുടർന്ന് ഇപ്പോൾ പ്രത്യേകം സജ്ജീകരിച്ച പുതിയ മരം വെച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് തന്നെയാണ് ഈ ഇലഞ്ഞിത്തറമേളം പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 150ഓളം അവരുടെ ശിഷ്യന്മാരും കൂടി ചേർന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും ആവേശം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ പൂരപ്രേമികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇനി ഈ ഇലഞ്ഞിമേളം കഴിയുന്നതോടെ, അല്ലെങ്കിൽ ഈ ഇലഞ്ഞിത്തറമേളം കഴിയുന്നതോടുകൂടി തന്നെ പാറമേക്കാവും തിരുവമ്പാടിയും തെക്കേ നടയിലൂടെ പുറത്തേക്ക് എഴുന്നള്ളും. തെക്കോട്ടിറക്കമാണ് നടക്കുന്നത്. അതിനുശേഷമാണ് മുഖാമുഖം നിന്ന് വടക്കുംനാഥനെ വണങ്ങിയ ശേഷം വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കുടകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇരുവിഭാഗവും രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ഇത്തവണയും പല സസ്പെൻസ് കുടകളടക്കം സൂക്ഷിച്ചുകൊണ്ടാണ് ഇരുവരും വന്നിരിക്കുന്നത്. എന്തായാലും പൂരം അതിന്റെ എല്ലാ ആവേശത്തിലേക്കും കടന്നിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം അതിന്റെ ലഹരിയിലാണ് പൂരനഗരി എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ. അഞ്ജന, പൂരം അതിന്റെ അത്യാവേശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ടോബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പൂരനഗരിയിൽ നിന്നും. ഇലഞ്ഞിത്തറമേളം പുരോഗമിക്കുകയാണ്. ടോബി, കടുത്ത ചൂടിനെ അവഗണിച്ചും നിരവധി ആളുകളാണ് പൂരനഗരിയിലേക്ക് ഇലഞ്ഞിത്തറമേളം ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവർക്കായി പൂരനഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്? അഞ്ജന, തീർച്ചയായിട്ടും കനത്ത ചൂട് അത് പൂരപ്രേമികളെ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ ഈ ചൂട് കൂടുതലായിരുന്നു. ഈ പ്രദേശത്ത്, പ്രത്യേകിച്ചും തൃശ്ശൂർ ചൂട് വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം പന്തൽ ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നവർക്ക് സ്ഥിരമായി ഒരുക്കാറുള്ള പന്തലിന് പുറമെ കാണികൾക്ക് നിൽക്കുന്നതിന് വേണ്ടിയും ഒരു ചെറിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പന്തൽ നിറഞ്ഞ പ്രേമികൾ പുറത്തേക്ക് പോയിരിക്കുന്നു. നിരവധി ആളുകളാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ചൂടിനെ അവഗണിച്ചും ഈ പൂരപ്രേമികൾ, അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കുന്നതിന് വേണ്ടി പൂരപ്രേമികൾ ഇവിടേക്ക്, ഈ അമ്പലത്തിനുള്ളിലേക്ക്, വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ പറയാൻ. ഏതായാലും ഈ സുരക്ഷയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത്തവണ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ചൂടിനെ അവഗണിച്ചും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇത്തവണത്തെ പൂരവും അതിന്റെ മാർക്കൊട്ടും കുറയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും ആകർഷകമായ ഇലഞ്ഞിത്തറമേളം ഇപ്പോൾ കൊട്ടിക്കയറുകയാണ്. മേളത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
പൂരപ്രേമികളെ ആവേശത്തിലാക്കി ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറുകയാണ്. മേളപ്പെരുക്കത്തിന്റെ ആവേശത്തിലേക്ക് പൂരനഗരി പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. 250ഓളം വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറമേളം പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. പൂരവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.